സ്നേഹപിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിനോർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം വിവിധ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവമേ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ആളുകൾക്ക് ദൈവമേ ഇതിൻ്റെ യഥാർത്ഥമായ മൂല്യം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പഠിക്കുന്നതിനും വിചിന്തനം ചെയ്യുന്നതിനുമായിട്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബൈബിൾ കൈവശമുള്ള ആളുകൾ എന്നോടൊപ്പം ചേർന്ന് വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ആഴപ്പെടുവാൻ സഹായകരമായിരിക്കും. സംഭവം ഇങ്ങനെയാണ്. യേശു ശിഷ്യന്മാരെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഒരു വലിയൊരു ജനക്കൂട്ടം അവിടെ നിൽക്കുന്നു. നിയമജ്ഞരും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ്. ആ തർക്കം നടക്കുന്ന സ്ഥലത്തേക്ക് യേശു കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് അവരെല്ലാവരും യേശുവിനെ അഭിവാദനം ചെയ്യുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവരുമായിട്ട് തർക്കിക്കുന്നത്, എന്താണ്? ഇപ്പം ജനക്കൂട്ടമാണ് അതിന് മറുപടി പറയുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ജനക്കൂട്ടം ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. കുറേ ആളുകൾ ഒരു സൈഡിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ നിൽക്കുന്നു, ഒരു സൈഡിൽ നിയമജ്ഞർ നിൽക്കുന്നു, ഒരു സൈഡിൽ യേശു നിൽക്കുന്നു. അപ്പോൾ 5 ഗ്രൂപ്പായിട്ട് ആളുകൾ നിന്നിട്ടാണ് ഈ സംവാദം നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് യേശു അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നു, ജനക്കൂട്ടമാണ് മറുപടി പറയുന്നത്, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. കുട്ടിയുടെ അപ്പനാണ് കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടിയെ കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറയുന്നു, ഇവനെ മൂകനായ ഒരു ആത്മാവ് ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആവേശിച്ചിരിക്കുന്നു, ആവസിച്ചിരിക്കുന്നു. ഇവൻ്റെ മേലൊരു ഭൂതം കയറിയിരിക്കുകയാണ്, ഒരു ആത്മാവ് കയറിയിരിക്കുകയാണ്. മൂകനായ ആത്മാവ്. മൂകത എന്ന വാക്കിന് സംസാരിക്കാത്ത അവസ്ഥയാണ് മൂകത എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇതെടുത്ത് പറയുന്നതിന് കാര്യം, ബധിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയാണ്. മൂകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷേ ഈ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കില്ല. മൂകതയുടെ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ സുവിശേഷം വായിക്കുമ്പോൾ മൂകതയുടെ ആത്മാവ് ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നി അന്ന് കാലത്ത് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നും ഇത് വേറൊരു രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹം ഞാനും കൂടെയാണ് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ മുഖമൊക്കെ വാടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിയുടെ മുഖം വാടിയാണല്ലോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നം വേറെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. 11th പഠിക്കുന്ന മകള് ഇപ്പോൾ അപ്പനോടും അമ്മയോടും സംസാരിക്കില്ല. ഇപ്പോൾ ചോദിച്ചാൽ എന്താ സംസാരിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മുഴുവൻ, അവൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, അവൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ചെരുപ്പ്, അവൾ ആവശ്യപ്പെടുന്ന തരം മൊബൈല്, ഇതൊക്കെ സാമ്പത്തിക ശേഷി അനുവദിക്കാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക ശേഷി അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് പക്ഷേ ഞങ്ങളുടെ ധാർമ്മികത ഞങ്ങളെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ ധാർമ്മികത സംഭവിക്കാത്ത സംഭവം? അപ്പോൾ അവൾക്ക് ഇങ്ങനെ കീറി പറഞ്ഞ ജീൻസ് മേടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, കീറാത്ത നല്ല ജീൻസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഫാഷനല്ല, കീറിയതാണ് ഫാഷൻ. പണ്ട് കാലത്ത് കീറി കഴിഞ്ഞാൽ കളയാണ് ചെയ്യുക. ഇപ്പോൾ കീറിയ സാധനം വില കൂടുതൽ കൊടുത്ത് മേടിച്ചിട്ട് അത് ധരിക്കുക, ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ സാധാരണ പ്രദർശിപ്പിക്കാത്ത ചില ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുക. അതിൽ ഈ പുറത്ത് കാണിക്കുന്ന ആളുകളും വഴിയെ നടക്കുന്ന ആളുകളും അതിൽ എന്ത് സന്തോഷമാണോ അവർക്കുണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും അവർ സന്തോഷിക്കാത്ത തരം കാര്യങ്ങളിലേക്ക് പോകില്ലല്ലോ.
അപ്പോൾ ഇതൊന്നും അനുവദിക്കാത്തതുകൊണ്ട് ഈ കുട്ടി സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ റൂമിനകത്ത് കയറി വാതിലടച്ചിരിക്കും. പിന്നെ കുട്ടിയുടെ അമ്മയുടെ പ്രധാനപ്പെട്ട തൊഴിൽ മോളെ വായോ, ഭക്ഷണം കഴിക്കാൻ പോയോ, ചായ കുടിക്കാൻ പോയോ എന്നൊക്കെ പറയലാണ്. അപ്പോൾ ഈ സ്ഥിരം ഈ അമ്മ ഇത് വിളിക്കുമ്പോൾ മകളുടെ ഒരു മറുപടിയിൽ മനുഷ്യന് സമാധാനം തരുമോ? വീട്ടിൽ വന്ന് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് നിങ്ങളുടെ ചായയും വേണ്ട, കാപ്പിയും വേണ്ട, ചോറും വേണ്ട, എനിക്ക് സമാധാനം തന്നാൽ മതി. ഇതാണ് ഈ കുട്ടിയുടെ റെസ്പോൺസ്. വീട്ടിലാരോടും മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കാലഘട്ടങ്ങളിലെ ഈ മൂകതയുടെ ആത്മാവ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ആത്മാവിനൊരു പ്രത്യേകതകൾ പറയുകയാണ്. ഒന്ന്, മൂകതയുടെ ആത്മാവ് ആവേശിക്കുന്നു. അത് എപ്പോഴും ഇവൻ്റെ ഈ ആത്മാവ് നിലനിൽക്കുന്നില്ല. ചില സമയത്ത് ആത്മാവിൻ്റെ പ്രവർത്തനം നിർവീര്യമായി പോവും. പക്ഷേ ഈ ആത്മാവ് ഇവനെ പിടികൂടിക്കഴിഞ്ഞാൽ അവനെ നിലം പതിപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നിലത്ത് വീഴുന്നു. അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്ന്, ഈ ആത്മാവ് ആവേശിക്കുന്നു. രണ്ട്, ആത്മാവ് കയറി വന്ന് നിലം പതിക്കുന്നു. മൂന്ന്, പല്ല് കടിക്കുന്നു, നുരയും പതയും പുറപ്പെടുവിക്കുന്നു, മരവിച്ച് പോകുന്നു, ഫ്രോസണായിട്ട് പോകുന്നു. അതായത് കൈയും കാലും ഒക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നു, അനക്കമില്ലാതെ പോകുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങനെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടിയുടെ അപ്പൻ യേശുവിനെ അന്വേഷിച്ചാണ് വന്നത്. യേശുവിനെ കാണാതിരുന്നുകൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് പോയി. ശിഷ്യന്മാരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. കാരണം അവൻ്റെ അപ്പന് നല്ല ഉറപ്പുണ്ട് ഇവൻ്റെ മേലെ ഒരു മൂകതയുടെ ആത്മാവാണ് പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ മൂകതയുടെ ആത്മാവിനെ പ്രവേശിച്ചു എന്ന് അപ്പൻ പറയുന്നുണ്ടെങ്കിൽ അത്ര ഉറപ്പ് പറഞ്ഞതിന് സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാം ഇവൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഏതെങ്കിലും ആ കാലഘട്ടങ്ങളിലുള്ള വൈദ്യന്മാരെയോ അല്ലെങ്കിൽ അത്തരം ആരെങ്കിലും പോയി കണ്ടു കാണും. ആ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ നൽകിയ മരുന്നുകൾ കഴിച്ചിട്ട് ഈ രോഗം മാറിയില്ല. അതുകൊണ്ട് രോഗം മാറാത്തതുകൊണ്ട് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? ഒന്ന്, മൂകതയുടെ ആത്മാവ് കടന്നു വരുന്നു, ആരോടും സംസാരിക്കില്ല. രണ്ട്, ഈ ആത്മാവ് കയറി കഴിഞ്ഞാൽ നിലത്ത് വീഴുന്നു, അല്ലെങ്കിൽ തള്ളിയിട്ട പോലെ നിലത്തേക്ക് വീഴുന്നു. അങ്ങനെ വീണ് കഴിയുമ്പോൾ പല്ല് കടിക്കുന്നു, നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ നിലത്ത് വീഴുന്നു, നുര വരുന്നു, പത വരുന്നു, മരവിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ പറയും അപസ്മാരമാണെന്ന്. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഒരു 15നും 30ൻ്റെ ഇടയിലുള്ള ആളുകൾ പറയും ഇതിന് ഫിറ്റ്സ് രോഗം ആണെന്ന് പറയും. അപ്പോൾ ഫിറ്റ്സ് രോഗത്തിൻ്റെ മരുന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ മരുന്ന് കൊടുത്താൽ മതി. ഈ അപസ്മാരം എന്ന രോഗത്തിന് ഇംഗ്ലീഷിലായതുകൊണ്ട് എപ്പിലെപ്സി എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പിലെപ്സിയും ഫിറ്റ്സും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം പല്ല് കടിക്കുന്നു, നുരയും പതയും പുറപ്പെടുവിക്കുന്നു, മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കുവാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു. ഇതൊരു പൈശാചിക പീഡയാണെന്ന് മനസ്സിലായതുകൊണ്ട് ശിഷ്യന്മാരോട് പ്രാർത്ഥിച്ച് ഈ പൈശാചിക പീഡയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവനോട് പ്രതിവചിച്ചു. ശിഷ്യന്മാർക്ക് ഇത് പുറത്താക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ ഇതിനു മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത് യേശു തന്നോടൊപ്പം ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ തനിക്ക് മുൻപേ വിവിധ ഗ്രാമങ്ങളിലേക്ക് അയച്ചു വന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്തേക്ക് വലിയ ആൾക്കൂട്ടം കടന്നു വരുന്നുണ്ട്. 5 അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു മിനിമം എസ്റ്റിമേറ്റിൽ കണക്ക് കൂട്ടിയതിന് 20,000 ആളെങ്കിലും ഉണ്ടാകാം. 7 അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സമൂഹമുണ്ടായിരുന്നു. ഒരു 10,000-15,000 ആരെങ്കിലും ആളുണ്ടായിരുന്നു. അതേസമയം ചില സ്ഥലങ്ങളിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് പറയും, നമ്പർ പറയാതെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല തരത്തിലുള്ള ഓഡിയൻസ് യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിനെ കാണാൻ വരുന്നവരുണ്ട്. നിക്കോദെമോസിനെ പോലുള്ള പണ്ഡിതനായ മനുഷ്യന്മാർ വരുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്. സമാരിയക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ ഒറ്റയ്ക്കാണ് കാണുന്നത്. ഒരു വിധവയുടെ മകൻ മരിച്ച സമയത്ത് അവിടെ ആ സഹോദരിയോട് തനിയാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും യേശു ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പല സമയത്തും ആൾക്കൂട്ടത്തോട് ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്ന ആളുകളിൽ നിന്ന് യേശു
തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്തു, മലമുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ പറയുന്നത് എന്താണ്, തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ അയച്ചു എന്ന്. ഈ 12 പേര് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോയിട്ട് അവർക്ക് പലർക്കും എത്താൻ സാധിക്കാതിരിക്കുകയും അവർക്ക് ശുശ്രൂഷ പൂർത്തീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്കുകൾ വന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, വിളവധികം വേലക്കാരോ ചുരുക്കം, അതുകൊണ്ട് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് അപേക്ഷിക്കുക എന്ന്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ 12 പേർക്ക് പുറമെ 72 പേരെ വേറെ തിരഞ്ഞെടുക്കുന്നു. അവരെ ഈ 2 പേരായി ഈ 36 ഗ്രാമങ്ങളിലേക്ക് അവരെ അയക്കുന്നു. അവരവിടെ പോയി സുവിശേഷം അറിയിക്കുന്നു. അവർ തിരിച്ചു വരുന്ന സമയത്ത് പറയുന്നത്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ കീഴടങ്ങുന്നു. ഈ 12 അപ്പോസ്തലന്മാരാണ് പോകുന്നത്, പിന്നെയാണ് മറ്റ് 72 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ 72 പേര് വന്നിട്ട് പറയുന്നത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കൾ വിട്ടുപോകുന്നു, സാത്താൻ ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും അന്ന് പോയ ഈ 72 പേര് 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ നിന്ന് റാങ്കിൽ ഒരു അല്പം പിന്നോക്കം നിൽക്കുന്ന ഈ 72 പേര് പോയപ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും പുറത്താക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ മുതിർന്ന 12 അപ്പോസ്തലന്മാരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ച് അവർക്ക് കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. അവൻ അവരോട് പ്രതിവെച്ചു, വിശ്വാസമില്ലാത്ത തലമ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലന്മാർക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ വന്നത് അവർക്ക് വിശ്വാസത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിശ്വാസം അവരെ പിടികൂടിയിരുന്നു. ഞങ്ങൾക്ക് ഇത് കഴിയുമോ എന്ന് ഒരു സംശയം അപ്പോസ്തലന്മാർക്ക് വന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ പിശാച് കേൾക്കുമോ, അല്ലെ പിശാച് ഞങ്ങളെ അനുസരിക്കുമോ എന്നൊക്കെ. ഇത് ആ രീതിയിലല്ല കാണേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് വേണ്ടത്. യേശുനാമത്തിൽ കൽപ്പിക്കുമ്പോൾ യേശുനാമം അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച്, സ്വന്തം പ്രതിഭയിൽ ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഇത്തരം ഭയവും ആകുലതയും ഉത്കണ്ഠയും അസ്വസ്ഥതയും പരാജയ ചിന്തയൊക്കെ കടന്നു വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് ഒരു മുന്നറിവ് അവർക്ക് കൊടുക്കുകയാണ്. എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞത് എന്താണ്? അവനെ, അല്ലെങ്കിൽ ഈ പിശാച് ബാധിച്ച ആളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കുന്നു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന് ഈ ഒരു പൈശാചിക ബാധയുള്ള യുവാവിനെ യേശുവിനടുത്ത് കൊണ്ടുവരുന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. 20-ാമത്തെ വാക്യം. അപ്പോൾ ഈ ആത്മാവ് ബാധിച്ച വ്യക്തി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. യേശുവിനെ കണ്ട വഴിക്ക് ആത്മാവ് കുട്ടിയെ തള്ളി താഴെയിടുന്നു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ നിലത്ത് വീഴുന്നു. അവൻ വീണ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നുരയും പതയും പുറപ്പെടുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. ഈ കാലത്താണെങ്കിൽ നുരയും പതയും എന്നൊക്കെ ചെയ്ത് സാധാരണ ഇത് വലിയ ഇരുമ്പിൻ്റെ താക്കോല് കൊണ്ട് കയ്യിൽ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വല്ല ഇരുമ്പിൻ്റെ വടി കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതാണ് ജനം ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പൈശാചിക പീഡയാണ്, രോഗമല്ല. അതുകൊണ്ട് തന്നെ അവൻ നിലത്ത് വീണ് ഉരുളുകയും നുരയും പതയും പോകും. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പോൾ യേശു ഈ പിശാച് ബാധിച്ച കുട്ടിയോടല്ല സംസാരിക്കുന്നത്, ശ്രദ്ധിക്കുക. കുട്ടിയോടല്ല ശ്രദ്ധിക്കുന്നത്, കുട്ടിയുടെ അപ്പനോടാണ് ചോദിക്കുന്നത്, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. അപ്പോൾ ഈ കുട്ടിക്ക് ഈ രോഗപീഠ ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഈ രോഗപീഠ വന്നു തുടങ്ങി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇതിൽ ഈ പൈശാചിക പീഡയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, എൻട്രി ഡോറുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിശാച് കയറി വരുന്നു. ഒന്ന്, വിഗ്രഹാരാധന നടത്തുക, എന്തെങ്കിലും പാപം ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്താപിക്കാതിരിക്കുക, അബോർഷൻ നടത്തുക, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ, അതായത് ഇപ്പോൾ ലൈംഗിക പാപം ചെയ്ത് വ്യഭിചാരം ചെയ്ത ഭവനത്തിൽ
താമസിക്കുക, അല്ലെങ്കിൽ കൊലപാതകം, നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളുടെ കൊലപാതകം നടന്ന സ്ഥലത്ത് നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു പൈശാചിക ശക്തികളുടെ ഒരു ആവാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അവിശ്വാസികളായിട്ടുള്ള ആളുകളിലേക്ക് ഇത് ഈ ഒരു ദുഷ്ടശക്തിയുടെ പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇവിടെ ഇതൊന്നുമല്ല, ശൈശവം മുതൽ തന്നെ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൈശവം മുതൽ ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒക്കൾട്ട് പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പ്രവൃത്തികൾ ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല കൂടോത്രം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ ചാത്തൻ സേവ, കൂടോത്രം, ധനാകർഷണ യന്ത്രം, പിന്നെ അങ്ങനത്തെ പല പല പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പലതരത്തിലിപ്പോൾ മുസ്ലിം സമുദായത്തിലെ ചില ആഭിചാരക്കാരാണ് കോഴിമുട്ടയിൽ എന്തോ പ്രാർത്ഥന ചൊല്ലിയിട്ട് കോഴിമുട്ട കൊണ്ട് ഷട്ടറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. ചില അറബിക് പദങ്ങൾ എഴുതിയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്രചരണത്തിലിരിക്കുന്ന കോയിനുകൾ ചില മന്ത്രവാദം നടത്തിയിട്ട് കൊണ്ടിടുക. പിന്നെ ചില സ്ഥലങ്ങൾക്ക് പൂച്ചയുടെ വാല് കൊണ്ടിടുക, കോഴിയുടെ തല കൊണ്ടിടുക, അങ്ങനെ പല 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 തരത്തിലുള്ള ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ചില ആളുകൾ തങ്ങളെ തന്നെ ഈ ആഭിചാര കർമ്മങ്ങൾക്ക് സമർപ്പിക്കുക. ഞാൻ നമ്മൾ അറിഞ്ഞ ഒരു കേസ്, എൻ്റെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മരിക്കാറായിട്ട് കിടക്കുന്നു. ആൾ മരിക്കുന്നില്ല, നല്ല പ്രായമായിട്ടുണ്ട്. അതിന് തൃശ്ശൂരിലെ വെസ്റ്റ് ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ രോഗിയെ മടക്കി ഉടൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ആൾ മരിക്കുന്നില്ല. ആ മരിക്കാതിരിക്കുന്ന സമയത്ത് പ്രായമായ ഒരു അമ്മച്ചിയാണ് മരിക്കാതെ കിടക്കുന്നത്. അവരുടെ മകൻ്റെ മകൻ ഞാൻ അറിയുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും അച്ഛന്മാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല, അമ്മാമ്മ മരിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മാമ്മ മരിക്കാത്തതിന് ഇപ്പം അച്ഛനെ എന്തിനാ പറഞ്ഞത്? നല്ല പ്രായമായിട്ടുള്ള ആളല്ല, ആശുപത്രിക്കാരും ആശുപത്രി കിടന്ന് മരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുകൊള്ളാൻ പറയുന്നത്, ശാന്തമായ മരണം കിട്ടിക്കോട്ടെ. അപ്പോൾ പറഞ്ഞു അമ്മാമ്മ മരിക്കില്ല, അതിന് വേറെ വിഷയം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ അമ്മാമ്മ മരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവർക്ക് ഒരു പ്രത്യേകതരം, ഞാൻ അതിൻ്റെ രഹസ്യ സ്വഭാവം പുറത്തു പോകാതിരിക്കുന്നവർ പറഞ്ഞു, ഒരു ചെറിയ വ്യാപാരം നടത്തുന്നുണ്ട്. ആ വ്യാപാരത്തിൽ ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഇവർക്കെതിരെ പല ഇത്തരം കൂടോത്തര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. പലപ്പോഴും ഇവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. അതിന് ആ കാലഘട്ടങ്ങളിൽ നല്ല പ്രായമായ അമ്മച്ചി, എനിക്ക് ഇപ്പോൾ 63 വയസ്സായി, ആ അമ്മച്ചി 93-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ പണ്ടത്തെ സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഏകദേശം ഒരു 35 കൊല്ലം മുമ്പുണ്ടായൊരു സംഭവമാണ്. ആ അമ്മച്ചി, അതായത് ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഒരു പ്രമുഖ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഒരു ചെറിയ തകിടിൽ, ഒരു ചെമ്പ് തകിടിൽ എന്തൊക്കെ സാധനങ്ങൾ എഴുതിയിട്ട് ഈ കാലിൻ്റെ ഈ തുടയുടെ ഭാഗത്ത് ഒരു ചെറിയ കീറൽ ഉണ്ടാക്കി ഈ സാധനം ശരീരത്തിൽ വെച്ച് എന്തോ മഞ്ഞളും കുറേ സാധനങ്ങളൊക്കെ ചെയ്തു, അതവിടെ ഫിക്സ് ചെയ്തു. മൈക്രോ ചിപ്പ് പിടിപ്പിക്കുക എന്നൊക്കെ ഈ അടുത്ത കാലത്താണ് നമ്മൾ കേട്ട് തുടങ്ങിയത്. ഇത് മരിക്കാറായ സമയത്ത് ഈ അമ്മാമ്മ മരിക്കാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവൻ്റെ അമ്മയെ നിർബന്ധിച്ച് ഈ അമ്മാമ്മയുടെ മേത്തുണ്ടായിരുന്ന ഈ ചെമ്പ് തകിട് അതുമെന്ന് ഇവർ ഡോക്ടറെ ആശുപത്രിയൊന്നും കാണിക്കാതെ, ഇവർക്ക് ഇവരുടെ ബിസിനസ് അത്തരം ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇവർക്ക് ഇത് എടുത്തു മാറ്റാനുള്ള സാങ്കേതിക വിദ്യ അവർക്കുണ്ടായിരുന്നതുകൊണ്ട് ആശുപത്രിയില്ല, അനസ്തേഷ്യയില്ല, ഒന്നുമില്ലാതെ ഇവർ ഈ സാധനം അവിടുത്തെ തൊലി മുറിച്ച് മാറ്റി അവിടെ നിന്ന് ഈ ചെമ്പ് തകിടെടുത്ത് ഇവൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മമ്മ മരിച്ചു, പ്രായമായ അമ്മച്ചി മരിച്ചു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇവൻ്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ് അസുഖമായിട്ട്. ആ കിടക്കുന്ന സമയത്ത് അമ്മ മരിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ മരിക്കുന്നില്ല. മരിക്കാതെ വന്ന സമയത്ത് ഇവൻ്റെ അപ്പൻ വന്നിട്ട് ഇവനോട് പറഞ്ഞു, പ്രായമായ അമ്മച്ചി മരിക്കാൻ കിടക്കുന്ന സമയത്ത്
മരിക്കാതെ വരികയും ഈ തകിട് ഉണ്ടായിരുന്നു, ആ തകിടെടുത്ത് മാറ്റി നിൻ്റെ അമ്മയുടെ ശരീരത്തിൽ കാലിൽ പിടിപ്പിച്ചതിന് ശേഷമാണ് അമ്മാമ്മ മരിച്ചത്. ഇപ്പം നിൻ്റെ അമ്മ മരിക്കാൻ കിടക്കണം, അമ്മയ്ക്ക് ശാന്തമായ മരണം കിട്ടണമെങ്കിൽ ഇതെടുത്ത് മാറ്റി നിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഇത് പിടിപ്പിക്കുക, എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ശാന്തമായ മരണം കിട്ടുള്ളൂ. അപ്പോൾ അല്പം വിദ്യാഭ്യാസമുള്ള ഇവൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാർ ഇങ്ങനത്തെ കൂടോത്രവും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടു കടന്നോ, ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് വളരെ തീർത്ത് പറഞ്ഞു. ആ തീർത്ത് പറഞ്ഞ സമയത്ത് ഈ സഹോദരി, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മരിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അവസാനം ഇതിനെന്താണ് പ്രതിവിധി എന്ന് എന്നോട് അപ്പോഴാണ് കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തുറന്നു പറയും. ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന് എനിക്കും അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖനായ ഒരു കരിസ്മാറ്റിക്, പേരൊന്നും പറയുന്നില്ല, ഒരു പ്രമുഖ ധ്യാന മന്ദിരത്തിലെ ഡയറക്ടറായ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇതെടുത്ത് കളയാതെ തന്നെ ഇത് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് വൈദികർക്ക് നൽകുന്ന ചില പൗരോഹിത്യ അധികാര പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അതിനെ നിർവീര്യമാക്കുകയും എന്തെങ്കിലും പാപങ്ങൾ ഏറ്റു പറയാനുണ്ടെങ്കിൽ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞു. ഓർമ്മയൊന്നുമില്ല, എന്തൊക്കെയെങ്കിലും ചൂണ്ടാൻ എനിക്ക് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഒരു കുമ്പസാരത്തിന് ചെല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പാപമോചനമൊക്കെ കൊടുത്ത് ഇതിനെ നിർവീര്യമാക്കാൻ പ്രാർത്ഥന ചൊല്ലി ആ വീടിനകത്ത് എവിടെയെങ്കിലും ഇത്തരം വസ്തുവകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ചെപ്പിനകത്തിട്ട് കൊടുത്തു. അത് അച്ഛൻ അത് കൊണ്ടുപോയി. ആ പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു 24 മണിക്കൂറിനുള്ള ആൾ മരിക്കുന്നു പറഞ്ഞു. പക്ഷെ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ആൾ മരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നാട്ടിൽ പല ആഭിചാരകർമ്മങ്ങളും നടക്കുന്നുണ്ട്. ആ ആഭിചാരകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളിലേക്ക് പിന്നീട് അവരുടെ പിൻതലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ പറയുന്നുണ്ട്, ശൈശവം മുതൽ തന്നെ ഈ പ്രശ്നം ഇവരുടെ കുടുംബത്തിൽ ഉണ്ട്. അതിപ്പോൾ ഇത്തരം പരിപാടികൾ ചെയ്യുന്ന പലരുടെയും കുടുംബത്തിൽ മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള ആളുകൾ ജനിക്കുന്നു. ഇപ്പോൾ ശാരീരികമായ ചില വിഷയങ്ങൾ കൊണ്ടൊക്കെ ചിലർ ഉണ്ടായേക്കാം. പക്ഷേ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ട ആളുകളിൽ പിന്നീട് ഇങ്ങനത്തെ പല വീടുകളിലും ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്ന സമയത്ത് ചില ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ തീരെ അനുസരണമില്ലാത്ത കുട്ടികൾ, ഭയങ്കര റിബല്യസ് നേച്ചറുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പലരും പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ പാരൻസും ചെയ്ത പല കാര്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം ആഭിചാരകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ അവർക്ക് പിന്നീടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഈ പൈശാചിക ബന്ധനത്തിലാണ് അവർ ജനിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ടെക്സ്റ്റൽ നോളജ് അല്ല പറഞ്ഞത്. തൃശ്ശൂർ ജില്ലയിൽ പല കുടുംബങ്ങളിലും പ്രാർത്ഥനാ സഹായവും നിയോഗവുമായിട്ട് വരികയും പിന്നീട് അവരെ ഒറ്റയ്ക്ക് സംസാരിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിക്കുക, അവരുടെ ഭവനങ്ങളിൽ സന്ദർശിക്കുക, പിന്നീട് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീടിനടുത്തുള്ള ആളുകളോടും പള്ളിയിലെ കപ്പ്യാരുമാരോടും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോടൊക്കെ ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും ഇപ്പോഴും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി. ഇനി അടുത്ത കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കുഞ്ഞുനാളുകൾ മുതൽ തന്നെ ഈ നിലത്ത് തള്ളിയിടുന്ന കാര്യമല്ല, തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീയിൽ വീണ് മരിക്കുക, വെള്ളത്തിൽ വീണ് മരിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉള്ള ആളുകൾ. ചില ആളുകൾ ഇപ്പോൾ പിന്നെ ഈ വെള്ളത്തിൽ ചാടുന്നതൊക്കെ ഉണ്ടെങ്കിലും കുറവാണ്. ഇപ്പോഴത്തെ ഒരു പൊതു ട്രെൻഡ് കത്തിയെടുത്ത് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിക്കുക അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളാണ്. അത് എന്നിട്ട് അവസാനം ഈ കുഞ്ഞിൻ്റെ അപ്പൻ യേശുവിനോട് ചോദിക്കും, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ഇത് വിട്ടുപോയില്ല. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കണം, എന്തെങ്കിലും ചെയ്യുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, യേശുവിന് എന്തെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുന്നു. യേശു പറഞ്ഞു, കഴിയുമെങ്കിലുമെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പോൾ ഇത് യേശുവിനെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് പറയുന്നത്. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് കുഞ്ഞിൻ്റെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ കുട്ടിയല്ല വിശ്വാസമേറ്റ് പറയുന്നത്. കുട്ടി സംസാരിക്കുന്നില്ല, കുട്ടിയുടെ അപ്പനാണ് ഈ കുട്ടിക്ക് വേണ്ടി വിശ്വാസമേറ്റ് പറയുന്നത്.
ചില സമയത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ സഹകരിക്കുന്നില്ലെങ്കിലും കുട്ടിയുടെ അപ്പനോ അമ്മയോ വിശ്വാസം ഏറ്റുപറയും കുട്ടിക്ക് വേണ്ടി ഒരു ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുന്ന സമയത്ത് അത് ഒരു വിടുതലിന് സഹായകരമായി മാറുകയും ചെയ്യുന്നു. ജനങ്ങൾ ഓടിക്കൂടുന്നുകൊണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഇത്തരം ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് ധ്യാനമന്ദിരങ്ങളിലാണെങ്കിൽ പോലും വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്രേക്ഷിതരും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രാർത്ഥനാവശ്യം വന്നിട്ടുള്ള ആളുകളും നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ആണെങ്കിൽ അവർ പലപ്പോഴും ഇവിടെ എന്തോ കാഴ്ച നടക്കുന്നു, ഇത് കാണുവാനുള്ള കൗതുകമായിട്ട് ആളുകൾ ഓടിക്കൂടാറുണ്ട്. പലപ്പോഴും നമ്മൾ അവരെയൊക്കെ ശാസിക്കുകയും പുറത്താക്കുകയും ഇതൊരു രഹസ്യ സ്വഭാവത്തിലാണ് പലപ്പോഴും ഈ വിടുതൽ ശുശ്രൂഷകൾ ചെയ്യാറുള്ളത്. ജനങ്ങൾ ഓടിക്കൂടുന്നതുകൊണ്ട് അശുദ്ധാത്മാവിനെ ശകാരിച്ചു. ആ ശകാരം ഇങ്ങനെയായിരുന്നു: മൂകനും ബധിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. ഈ കുട്ടിയോടല്ല പറയുന്ന, കുട്ടിയുടെ ഉള്ളിലുള്ള മൂകനും ബധിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോകുക. ഈ കുട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ കുട്ടിയുടെ ഉള്ളിലുള്ള മൂകനും ബധിരനുമായ ആത്മാവിനോട് യേശു കൽപ്പിക്കുന്നു. ഈ മൂകനും ബധിരനുമായ ആത്മാവാണ് കുട്ടിയെ വെള്ളത്തിൽ വീഴ്ത്തുകയും തീയിൽ വീഴ്ത്തുകയും ആത്മഹത്യാ പ്രവണതയും, വായിൽ നിന്ന് നുര വരുന്നു, പത വരുന്നു, പല്ല് കൂട്ടി കടിക്കുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, ഈ പരിപാടികൾക്കൊക്കെ ഈ കൊച്ചിനെ ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോകുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. മൂകനും ബധിരനുമായ ആത്മാവെ ഈ കുഞ്ഞിൽ നിന്ന് പുറത്തു പോകുക എന്ന് ശക്തമായ ആജ്ഞാസ്വരം യേശു പറഞ്ഞ സമയത്ത് ഈ കുട്ടിയെ നിലത്ത് തള്ളിടുകയും, ഇങ്ങനെ പറഞ്ഞ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിട്ടു. വെറുതെ വീഴുകയല്ല, ഇടുത്തടിച്ചോണം വീഴുകയെന്ന് പറഞ്ഞു. ശക്തിയായി നിലത്ത് തള്ളി ഉച്ചത്തിൽ നിലവിളിക്കുകയും, പരാജയപ്പെട്ട് ഓടുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ ഉച്ച നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മൂകനും ബധിരനുമായ ആത്മാവ് അവനെ വിട്ടുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. പലപ്പോഴും ഈ വിടുതൽ ശുശ്രൂഷയൊക്കെ കഴിയുന്ന സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയോ ആജ്ഞാപൂർവ്വം കൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ആ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് ചില ആളുകൾ അങ്ങനെ വീണു പോവുകയും മരിച്ചവരെ പോലെ അവിടെ കിടക്കുകയും ശരീരത്തിൻ്റെ മൂവ്മെൻ്റൊക്കെ, കൈ കാലൊക്കെ ഫ്രോസണായി പോവുകയൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോഴാണ് അവർ പിന്നീട് നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരുന്നത്. ബാലൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. അപ്പം മരിച്ച പോലെ കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ ആളുകൾ, ഈ കാഴ്ചക്കാർ നിൽക്കുന്നവർ, അവർക്ക് നല്ലൊരു സ്പെക്ടക്കിളാണല്ലോ, മരിച്ചുപോയെന്ന് പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഇവർക്ക് ഇത്തരം ആളുകളെ ബഹിഷ്കരണ ശുശ്രൂഷ കഴിഞ്ഞ സമയത്ത് മരിച്ച പോലെ കിടക്കുന്ന സമയത്ത് അനന്തമായി അവരെ കിടത്തേണ്ട കാര്യമില്ല. യേശു ഇവിടെ അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി, അവൻ എഴുന്നേറ്റ് ഇരുന്നു. അപ്പോൾ അങ്ങനെ കൈ പിടിച്ച് ചില ആളുകളെയൊക്കെ ബഹിഷ്കരണ ശുശ്രൂഷ കഴിഞ്ഞ് താഴെ വീണ് തളർന്ന് കിടക്കുക, മരിച്ചവരെ പോലെ കിടക്കുകയാണെങ്കിൽ അവരെ കൈ പിടിച്ച് ഉയർത്തേണ്ടിയിരിക്കും. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ശിഷ്യന്മാർക്കൊക്കെ ഇതായി. കാരണം തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം അറിയിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ടാണ് ചുമതലപ്പെടുത്തി അവരെ അയച്ചത്. ആ അയച്ച അവരുടെ മിഷൻ ഫെയിലിയർ വന്നിരിക്കുകയാണ്. അത് ഗുരു കാണുന്നു, ജനം കാണുന്നു, നിയമജ്ഞർ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബഹിഷ്കരണ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ നൽകുന്നൊരു ഉപദേശമാണ്, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരോടൊപ്പമുള്ള ടീം അംഗങ്ങൾ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെ ഒരുക്കുകയും ആ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് സാധ്യമെങ്കിൽ ഏതെങ്കിലും നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ ബഹിഷ്കരണ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശം കിട്ടുന്ന, ദൈവത്താൽ പ്രത്യേകമായ വരദാനങ്ങളെ സിദ്ധിച്ച, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ കാണുന്ന ആളുകളെ ഈ ശുശ്രൂഷ സംഘത്തിൻ്റെ ഭാഗമാക്കുകയും അവരിൽ നിന്ന് ഈ വ്യക്തിക്കും വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിഗൂഢമായത് അല്ലെങ്കിൽ മറച്ചു വെച്ചത്, അറിയാത്തത്, അറിഞ്ഞിട്ടും പുറത്തു പറയാത്തതായിട്ടുള്ള രഹസ്യമായി ചെയ്ത പല പ്രവൃത്തികളും
ഈ ഒരു സന്ദേശം എന്ന നിലയിൽ, ഒരു ദൈവിക സന്ദേശം എന്ന നിലയിൽ പ്രവചന രൂപത്തിൽ പലതും വരുന്നു. അങ്ങനെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഈ വ്യക്തികളോട് ചോദിക്കാനും, അത് ചോദിച്ചതിന് ശേഷം അവരെ കുമ്പസാരത്തിലേക്ക് നയിക്കുവാനും അതിനെ തുടർന്ന് വിടുതൽ ശുശ്രൂഷ ശക്തമായിട്ട് ചെയ്യുവാനായിട്ടും സാധിക്കുന്നു. അവർ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോയില്ല. അപ്പോൾ ഇവർ പുറത്തു പോകുന്നതിന് ഒന്ന്, ഈ വ്യക്തിയുടെ വിശ്വാസം, പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തിയാകണമെന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഈ പൈശാചികമായ പീഡ അനുഭവിക്കുന്ന വ്യക്തിയുടെ മാതാപിതാക്കൾ ഈ വ്യക്തിക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയുക. മാത്രമല്ല ആ കുടുംബത്തിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുക, ടീം പ്രാർത്ഥിക്കുക, ശുശ്രൂഷ നയിക്കുന്നവർ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയുടെ പൊതുവായ പിൻബലത്തിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല, അല്ലെങ്കിൽ പിശാച് ഒരു വ്യക്തിയെ വിട്ടുപോകില്ല. അതിൻ്റെ കാരണം പിശാചിന് എപ്പോഴും ഒരു ശരീരത്തിൽ പ്രവേശിക്കണമെന്ന അഭിവാഞ്ച ഉണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഒരു ഭവനത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നു. ആ പുറത്തായ പിശാച് മരുഭൂമിയിലൂടെ അലഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ അലഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് പിശാച് ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഇറങ്ങി വന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരികെ ചെല്ലും. ആ തിരികെ ചെല്ലും എന്ന് പറയുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർ പ്രാർത്ഥനാരൂപിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചവിടെ എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് വേണം? തന്നേക്കാൾ ദുഷ്ടരായ 7 പിശാചുകളെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരാളെ പുറത്താക്കി വീടൊക്കെ അടിച്ച് തളിച്ച് ശുദ്ധീകരിച്ച് വൃത്തിയായിരിക്കുന്ന സമയത്ത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്ന പോലെ പിശാചിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മളെ വീഴിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും? തന്നേക്കാൾ, ഇപ്പോൾ ഇറക്കി വിട്ട പിശാചിനേക്കാൾ കൂടുതൽ ശക്തിയും വീര്യവും ഉള്ള 7 പിശാചുകളെ കൂട്ടി 8 പിശാചുക്കളെ കടന്നു വന്ന്, തള്ളി തുറക്കാത്ത വാതിലാണെങ്കിൽ ഇടിച്ചു പൊളിച്ച് അകത്ത് കടന്ന്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ വാതിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിലേക്ക് പ്രവേശിക്കുകയും ദുഷ്ടമായ ദുഷ്ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുകയും പലതരത്തിലുള്ള പാപസ്വഭാവങ്ങളിലേക്ക് നയിക്കുകയും അതുവഴി ആത്മീയമായ തകർച്ചയിലേക്ക് നയിക്കുകയും വീണ്ടും പിശാചിനും പൈശാചിക ശക്തികൾക്കും അവിടെ ആവസിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രാർത്ഥന കൊണ്ട് ഈ വർഗത്തെ പുറത്താക്കുവാൻ പ്രത്യേകമായ കൃപ ലഭിച്ച ശുശ്രൂഷ സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് സാധിക്കും. അത് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. ഇത് വ്യക്തിപരമായ മഹത്വം തേടി ചെയ്യുമ്പോഴൊക്കെയാണ് ചില പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്. ദൈവത്താൽ വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകർക്ക്, ദൈവകൃപ ലഭിച്ച ആളുകൾക്ക് ഒരു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൈശാചിക രാജ്യം ഇല്ലാതെ ആവണം. പൈശാചിക ശക്തികൾ പുറത്താക്കപ്പെടണം. എങ്കിൽ മാത്രമാണ് ദൈവരാജ്യം വിസ്തൃതി വർദ്ധിക്കുകയുള്ളൂ. നമ്മൾ യാബേസിൻ്റെ പ്രാർത്ഥന ഇതിൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കാനുള്ള ഈ പ്രവർത്തനത്തിൽ പൈശാചിക ശക്തികളെ ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അതിനെ ബഹിഷ്കരിക്കുകയും, ബഹിഷ്കരണ ശുശ്രൂഷയുടെ വിവിധ പടവുകളിലൂടെ കടന്നുപോയി അത് വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ ദുസ്വാധീനങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക സേവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അജ്ഞത മൂലമോ തെറ്റിദ്ധരിക്കപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൈശാചികമായ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീടിന് സമീപത്തുമുള്ള ഏതെങ്കിലും പ്രാർത്ഥനാ ശുശ്രൂഷ കൂടാരങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഇതിനായി പരിശീലനം സിദ്ധിച്ച വൈദികരുടെ അടുത്തോ അൽമായ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും അതുവഴി പൈശാചിക ശക്തികളുടെ ദുസ്വാധീനത്തിൽ നിന്ന് മോചനവും യേശു നൽകുന്ന സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ത്രിത്വേക ദൈവം നൽകുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.